ഹായ് നമസ്കാരം. നിങ്ങൾക്കറിയുമോ ഈ കാര്യം? നിങ്ങൾ ഫോൺ എടുത്ത അന്ന് മുതൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും അൺസ്റ്റാൾ ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും. എന്നാൽ ഈ ആപ്ലിക്കേഷൻ എല്ലാം തന്നെ നമ്മുടെ ഫോണിൽ നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ കിടക്കുന്നുണ്ട്, നമ്മുടെ സ്റ്റോറേജ് എടുത്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഹാങ്ങിങ് പ്രശ്നം ഉണ്ടാവും. വീണ്ടും പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ ഫോട്ടോസും വീഡിയോസും എല്ലാതും MP3 എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെയും സ്റ്റോറേജ് ഫുള്ളാണ് എന്നുള്ള പ്രശ്നം പറയുന്നുണ്ട്. എന്നാൽ ഫോൺ എടുത്ത് നിങ്ങൾ അൺസ്റ്റാൾ ചെയ്തെല്ലാം പ്ലേ സ്റ്റോറിൽ കിടക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഒഴിവാക്കി സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷന്റെ സ്പീഡ് വർദ്ധിപ്പിക്കാനും സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്കറിയാം, പ്ലേ സ്റ്റോറിൽ ഓരോ ദിവസം കഴിയും തോറും ഒരുപാട് ആപ്ലിക്കേഷൻസിൽ മാൾവെയറുകളൊക്കെ കണ്ടെത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ സൗകര്യം നൽകിയിട്ടുണ്ട് മാൾവെയർ കണ്ടെത്താൻ ഓരോ ആപ്ലിക്കേഷനിലൊക്കെ. അതെല്ലാം എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷനും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അപ്ഡേറ്റ് വന്നിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷന്റെ ലിസ്റ്റ് നമുക്ക് കാണിക്കും. കാരണം ഓരോ ആപ്പിന്റെയും ബഗ് ഫിക്സ് ചെയ്തുകൊണ്ടാണ് അപ്ഡേറ്റ് ഇറക്കുന്നത്. അപ്പൊ അതെല്ലാവരും അപ്ഡേറ്റ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ നല്ല സ്മൂത്ത് ആയിരിക്കും. അപ്പൊ ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നേരെ വീഡിയോയിലേക്ക് പോവാം. ഒട്ടും സമയം കളയുന്നില്ല, ഒട്ടും വലിച്ചു നീട്ടുന്നുമില്ല, നേരെ പോവാം. അതിനായി നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഇമെയിൽ ഐഡിയോട് കൂടിയിട്ടുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് ഫസ്റ്റ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോ ഹാംഫുൾ ആപ്പ് ഫൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ പ്ലേ സ്റ്റോറിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ മാൾവെയർ സ്പൈവെയറിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഓരോ ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ 20-30 ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുത്ത് കളയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ മാൾവെയർ സാന്നിധ്യം ഉണ്ടോ എന്നിവിടെ സ്കാൻ ചെയ്യുന്നതിലൂടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൂടാതെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ 19 ആപ്ലിക്കേഷൻ അപ്ഡേറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ആപ്ലിക്കേഷനും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഓരോ ബഗ് ഫിക്സ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഓരോ ആപ്ലിക്കേഷൻസും ഇറക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി അപ്ഡേറ്റ് ആൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനും അപ്ഡേറ്റ് ആവും. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും ഫോൺ ഉപയോഗിക്കാനും അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനൊക്കെ. പിന്നീടാണ് അടുത്ത ഓപ്ഷനാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിനായിട്ട് മാനേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ ആപ്ലിക്കേഷൻ ഇവിടെ കാണിക്കും. എന്നാൽ നിങ്ങൾ ഫോൺ എടുത്ത അന്ന് മുതൽ ആവശ്യമില്ലാതെ അൺസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ആപ്ലിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇൻസ്റ്റാൾഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺസ്റ്റാൾഡ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്നുള്ള ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോൺ എടുത്ത് അന്ന് മുതൽ അൺസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും എല്ലാവരുടെ ഫോണിലും. ഇതെല്ലാം നമ്മുടെ സ്പേസ് ഒരുപാട് എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിനായിട്ട് ഇതെല്ലാം നിങ്ങൾ റിമൂവ് ചെയ്യുക. ഇതിനായിട്ട് നിങ്ങൾ ഇവിടെ ഓരോന്നും നിങ്ങൾ ആവശ്യമില്ലാത്ത എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പം തന്നെ കണ്ടില്ലേ, നിങ്ങൾ 60-78 MB യോളം നമുക്കിവിടെ ഫ്രീ ആയിട്ട് കിട്ടും ഇത് അൺസ്റ്റാൾ ചെയ്യുന്നതിലൂടെ. ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് അൺസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും, ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒരുപാട് വർദ്ധിപ്പിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്പീഡും സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക.